ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാൻ കാർഡ് എങ്ങനെയാണ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടതിന് ശേഷം ഒരുപാട് പേർ കുറേ ഡൗട്ട്സ് എല്ലാം ചോദിച്ചിരുന്നു. അതിനാൽ തന്നെ അതിനുള്ള ആൻസേഴ്സ് എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള കാലാവധി അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ഒറ്റ സമയത്ത് തന്നെ ഇത് ട്രൈ ചെയ്തതിൻ്റെ ഫലമായി ഒരുപാട് പേർക്ക് പല ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുറെ പേർ പറഞ്ഞൊരു കാര്യമാണ്, അവർ പേയ്മെന്റ് എല്ലാം കറക്റ്റായി ചെയ്തു, എന്നാൽ അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാൻ സാധിച്ചില്ല. അതായത് അവരുടെ ഡോക്യുമെന്റിലുള്ള ചില മിസ്മാച്ച് ഇൻഫർമേഷൻ എല്ലാം കാരണം ഇത് ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനാൽ തന്നെ പേയ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇത് ബന്ധിപ്പിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ആർക്കെല്ലാമാണ് ഇത്തരത്തിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഇവ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്, ഇതിനെക്കുറിച്ച് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു നോട്ടിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോളോയിങ് കാറ്റഗറീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ആധാർ പാൻ ലിങ്കിങ് എന്ന്. അതിൽ ഒന്നാമതായി തന്നിരിക്കുന്നത് NRIs ആണ്. അതുപോലെ രണ്ടാമതായി ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തവർക്ക് ഇത് ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് 80 വയസ്സ് തികഞ്ഞവർക്ക്, 80 വയസ്സ് കഴിഞ്ഞവർക്കൊന്നും ഇത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. നാലാമതായി കൊടുത്തിരിക്കുന്നത് ആസാം, മേഘാലയ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഇവിടെയുള്ളവർക്കും ഇത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇനി അടുത്തതായി ഇത്തരത്തിൽ ഇത് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാൻ കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. രണ്ടാമതായി നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇപ്രകാരം ഫയൽ ചെയ്തവർക്ക് അവർക്ക് റീഫണ്ട് ഒന്നും ലഭിക്കില്ല. അതുപോലെ നിങ്ങളുടെ TDS എല്ലാം ഡിഡക്റ്റ് ചെയ്യാറുണ്ട് എങ്കിൽ ഇതിന്റെ പേഴ്സൻറ്റേജ് എല്ലാം വർദ്ധിക്കാനും ഇത് കാരണമാകും. അപ്പോൾ ഏതൊരു സാമ്പത്തിക ഇടപാടിനും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പാൻ കാർഡ്. നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ദോഷമെല്ലാം സംഭവിക്കും. അതുപോലെ ബാങ്ക് വഴി നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് മുകളിലൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഒട്ടനവധി ഇഷ്യൂസ് എല്ലാം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങളുടെ പാൻ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഇത് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ incometax.gov.in എന്ന സൈറ്റിൽ പോയി ഇവിടെ വന്നിരിക്കുന്ന ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് അതുപോലെ ആധാർ നമ്പർ എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് ഇത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് ലിങ്ക് ആയിട്ടുണ്ട് എന്ന മെസ്സേജ് ലഭിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്